വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ഒരു പ്രോഡക്റ്റിൻ്റെ റിവ്യൂ ആണ്. ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന പല ട്രസ്റ്റഡ് ആയിട്ടുള്ള നമ്മുടെ പല ബ്യൂട്ടി വ്ളോഗേഴ്സും ഒക്കെ പ്രൊമോഷൻസും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്ന അടിപൊളിയായിട്ടുള്ള ഒരു ക്രീമിനെ കുറിച്ചാണ്. ഡെർംഡോക് 2% കോജിക് ആസിഡ്. ഇത് യൂസ് ചെയ്തിട്ട് ചിലവർക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്, ചിലവർക്ക് റിസൾട്ട് കിട്ടിയിട്ടില്ല, ചിലവർക്ക് ഭയങ്കര സൈഡ് എഫക്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ ഡെർംഡോക് 2% കോജിക് ആസിഡ് നൈറ്റ് ക്രീം എന്ന് പറയുന്നത്. ഇത് ഞാൻ വാങ്ങിയിട്ട് കുറച്ചായി കേട്ടോ. ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് അടിപൊളി റിസൾട്ടാണ് എനിക്ക് കിട്ടിയത്. ഇത് ഞാൻ പേർപ്പിൾ നിന്നാണ് മേടിച്ചത്. ഇത് ഏതൊക്കെ സ്കിൻ ടൈപ്പിനാണ് യൂസ് ചെയ്യാൻ പറ്റുക, എത്ര കാലം പിടിക്കും റിസൾട്ട് കിട്ടാൻ എന്നുള്ളതൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഈ വീഡിയോയിൽ മനസ്സിലാക്കാം കേട്ടോ. ഇതൊരു സ്കിൻ ലൈറ്റനിങ് ക്രീമാണ്. ഇത് മെലാനിൻ്റെ പ്രൊഡക്ഷനെ കുറിച്ച് നമ്മുടെ സ്കിന്നിനെ സൺ ഡാമേജിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനും ഹൈപ്പർ പിഗ്മെൻറ്റേഷനിൽ നിന്ന് ട്രീറ്റ് ചെയ്യാനും സൺ ഡാമേജിൽ നിന്ന് പ്രൊട്ടക്ഷൻ നൽകാനും ഈവൻ സ്കിൻ ടോൺ ആക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു അടിപൊളി ക്രീം തന്നെയാണ്. ഈ ക്രീമിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് കോജിക് ആസിഡ് ഡൈപാൽമേറ്റ് ആണ്. കോജിക് ആസിഡിനെ അപേക്ഷിച്ച് കോജിക് ആസിഡ് ഡൈപാൽമേറ്റ് എന്ന് പറയുന്നത് കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് റിസൾട്ട് കിട്ടുന്ന ഒരു സംഭവം തന്നെയാണ്. അതായത് ഇത് ഒരു സ്കിൻ വൈറ്റനിങ് ഏജൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് മെലാനിൻ്റെ പ്രൊഡക്ഷനെ കുറയ്ക്കാനും ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഒക്കെ മാറ്റാനും സഹായിക്കുന്ന ഒന്നാണ്. കൂടാതെ ഡാർക്ക് സ്പോട്ട് സൺ ഡാമേജിൽ നിന്ന് സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. മാത്രമല്ല ഇതിൽ അടങ്ങിയിട്ടുള്ള സാലിസിലിക് ആസിഡ് ആക്നെ ട്രീറ്റ് ചെയ്യാനും പിന്നെ പുതുതായിട്ട് ഓയിൽ പ്രൊഡക്ഷനൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ മാറ്റാനും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഇതിൽ അടങ്ങിയിട്ടുള്ള ടീ ട്രീ ഓയിലും റോസ്മേരി ഓയിലും ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി മൈക്രോബിയൽ പ്രോപ്പർട്ടി ഉള്ളതാണ്. കൂടാതെ ഇത് ആൻറ്റി ഓക്സിഡൻറ്റും കൂടെയാണ്. ഫ്രീ റാഡിക്കൽസിൽ നിന്ന് സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. കൂടാതെ ഇതിൽ അടങ്ങിയിട്ടുള്ളത് എന്ന് വെച്ചാൽ അലോവേറ ലീഫിൻ്റെ ജ്യൂസും ഗ്ലിസറിനുമാണ്. ഗ്ലിസറിനും അലോവേറ ലീഫിൻ്റെ ജ്യൂസും സ്കിന്നിനെ നന്നായിട്ട് മോയ്സ്ചറൈസിങ് ആയിട്ട് വെക്കാനും സഹായിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഇതിൽ അടങ്ങിയിട്ടുള്ള മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. കൂടാതെ കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതൊരു നൈറ്റ് ക്രീം ആയതുകൊണ്ട് തന്നെ നൈറ്റാണ് നമ്മൾ ഈ ക്രീം യൂസ് ചെയ്യേണ്ടത്. ഫേസ് സ്കിൻ ടൈപ്പിനനുസരിച്ചുള്ള ഒരു ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് ആദ്യം ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യുക. അതിനുശേഷം നമ്മൾ യൂസ് ചെയ്യുന്ന ടോണറോ അല്ലെങ്കിൽ സിറമോ ആദ്യം യൂസ് ചെയ്യുക. അതിനുശേഷമാണ് ഈ ക്രീം യൂസ് ചെയ്യേണ്ടത് കേട്ടോ. പിറ്റേ ദിവസം നിങ്ങൾ ഒരിക്കലും സൺസ്ക്രീനും മോയ്സ്ചറൈസറും യൂസ് ചെയ്യാൻ മറക്കരുത്. ഇതൊരു നൈറ്റ് ക്രീം ആയതുകൊണ്ട് തന്നെ ഇതിൽ മോയ്സ്ചറൈസിങ് പ്രോപ്പർട്ടി അടങ്ങിയിട്ടുള്ളത് കൊണ്ട് നൈറ്റ് നമ്മൾ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാ സ്കിൻ ടൈപ്പിനും സ്യൂട്ടബിൾ ആണ് എന്നാണ് ഇവർ ഈ ക്രീമിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ നമ്മൾ ഒരു കാര്യം മൈൻഡിൽ വെക്കണം, എല്ലാ ക്രീമും എല്ലാ സ്കിൻ ടൈപ്പിനും സ്യൂട്ടബിൾ ആവണം എന്നില്ല. സെൻസിറ്റീവ് സ്കിന്നൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് സൈഡ് എഫക്റ്റ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഇനിയിപ്പോൾ നോർമൽ സ്കിൻ ഉള്ളവരാണെങ്കിൽ തന്നെ 2 പേർക്ക് നോർമൽ സ്കിൻ ഉണ്ടെങ്കിൽ ഒരാൾക്ക് സ്യൂട്ടബിൾ ആവും, ഒരാൾക്ക് സ്യൂട്ടബിൾ ആവണം എന്നില്ല. കൂടാതെ ഓയിലി സ്കിൻ ഉള്ളവരാണെങ്കിൽ ചിലർക്ക് സ്യൂട്ടബിൾ ആവും, ചിലർക്ക് സ്യൂട്ടബിൾ ആവണം എന്നില്ല. ഇനിയിപ്പോൾ നോർമൽ സ്കിൻ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ തന്നെ നമ്മുടെ അവർക്ക് എല്ലാ ക്രീമും യൂസ് ചെയ്തിട്ട് പറ്റാറുണ്ട്. പക്ഷെ ചില ക്രീംസ് അവർക്ക് പിമ്പിൾസ് സൈഡ് എഫക്ട്സ് ഒക്കെ വരുത്താറുണ്ട്. അതുകൊണ്ട് ഏത് ക്രീം യൂസ് ചെയ്യുന്നതിൻ്റെ മുമ്പും നിങ്ങൾ ആദ്യം ഒരു പാച്ച് ടെസ്റ്റ് നടത്തി നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇറിറ്റേഷന്, ഇച്ചിങ്, ബാൻഡ് സെൻസേഷൻ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ ക്രീം ഫേസിൽ അപ്ലൈ ചെയ്യുക. മാത്രമല്ല ഈ ക്രീം എടുത്ത് യൂസ് ചെയ്യുമ്പോൾ വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റി മാത്രം നമ്മൾ എടുത്ത് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ചിലവർക്ക് ഇത് നന്നായിട്ട് തന്നെ റിസൾട്ട് കണ്ടിട്ടുണ്ട്. സ്കിന്ന് ലൈറ്റൺ ആക്കിയിട്ടുണ്ട്, പിഗ്മെൻറ്റേഷൻ മാറ്റിയിട്ടുണ്ട്, സൺ ഡാമേജ് ഒക്കെ പോയിട്ടുണ്ട്, പിമ്പിൾസ് പോയിട്ടുണ്ട്, സ്കിന്നിന് ഭയങ്കര ഈവൻ ടോൺ ആക്കി വെച്ചിട്ടുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ചിലവർക്കത് സ്യൂട്ടബിൾ ആവണമെന്നില്ല. അവർക്ക് അത് എഫക്റ്റീവായിട്ട് നന്നായിട്ട് വന്നത് എന്ന് വെച്ചാൽ അവരുടെ സ്കിന്നിന് അത് സ്യൂട്ടബിൾ ആയത് കൊണ്ട് തന്നെയാണ്.
അപ്പോൾ അതേപോലെ എല്ലാവർക്കും സ്യൂട്ടബിൾ ആവണമെന്നില്ല. നിങ്ങൾ യൂസ് ചെയ്ത് നോക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്ത് നോക്കുക ക്രീം. എന്നിട്ട് പാച്ച് ടെസ്റ്റ്, ഞാൻ പറഞ്ഞ പോലെ പാച്ച് ടെസ്റ്റ് നടത്തി നോക്കിയിട്ട് വേണം നിങ്ങൾ യൂസ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട്. പിന്നെന്താ, നിങ്ങൾ സൈഡ് എഫക്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പം തന്നെ സ്റ്റോപ്പ് ചെയ്യുക. മൈൽഡായിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക. ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുക. കോജിക് ആസിഡ് ബേസ്ഡ് ആയിട്ടുള്ള എല്ലാ ക്രീമും ഒരു 3 മാസം യൂസ് ചെയ്യുന്നതാണ് നല്ലത്. അതിൽ കൂടുതൽ യൂസ് ചെയ്യാതെ ഇരിക്കുക. അതിൽ കൂടുതൽ നമുക്ക് ഗ്യാപ്പ് ഇട്ടിട്ട് യൂസ് ചെയ്യുക, അല്ലാതെ യൂസ് ചെയ്യാൻ പാടില്ല. കണ്ടിന്യൂസ് 3 മാസത്തിൽ കൂടുതൽ നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. പിന്നെന്താ, അപ്പോൾ ഇത് പ്രഗ്നൻറ്റും കുട്ടികളും യൂസ് ചെയ്യാതിരിക്കുക. അപ്പോൾ നമുക്കൊരു ഗ്യാപ്പ് ഇട്ടിട്ട്, പിന്നെ ഇതിൻ്റെ പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മളെ മെലാസ്മ ഉണ്ടാവില്ല, സൺ ഡാമേജ്. മെലാസ്മ എന്ന് പറയുന്നത് അറിയാത്തവർക്ക് ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. മെലാസ്മ എന്ന് പറയുന്നത് ഇതാണ്. ആ മെലാസ്മ എന്ന് പറയുന്നത് ഇതിനെയൊക്കെ നന്നായിട്ട് പോക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. 1 മന്ത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നവർക്ക് കേട്ടോ. 1 മന്ത് കണ്ടിന്യൂസ് യൂസ് ചെയ്താൽ നല്ല മാറ്റമുണ്ട്. ഈ ക്രീം ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്കുണ്ടായ റിസൾട്ട് എന്ന് പറഞ്ഞാൽ, ഞാൻ വാങ്ങിച്ചിട്ട് വെറും 10 ദിവസമേ യൂസ് ചെയ്തിട്ടുള്ളൂ. എൻ്റെ സ്കിന്ന് ഭയങ്കര ഡിസ്കളറേഷൻ ആയിരുന്നു. ഈ ഇങ്ങനെ ഒരു സ്ഥലത്ത് കുറച്ച് ഡാർക്കായിട്ട്, ഒരു സ്ഥലത്ത് വൈറ്റായിട്ട്, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ നല്ലോണം മാറ്റിയിട്ടുണ്ട്. 10 ഡേയ്സ് യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഈ ക്രീം എന്ന് പറയുന്നത് ഞാൻ പേർപ്പിൾ നിന്നാണ് കേട്ടോ വാങ്ങിയത്. ഞാൻ വാങ്ങിയപ്പോൾ ഒരു 300 റുപ്പീസ് ഒരു റേറ്റിനാണ് എനിക്ക് കിട്ടിയത്. ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഈ ഒരു ടൈപ്പാണ്. അപ്പോൾ ഇത് നമ്മൾ എടുത്തിട്ട് നൈറ്റ് നല്ലോണം ഫേസ് വാഷ് ചെയ്തിട്ട് ഫേസിൽ ഇങ്ങനെ അപ്ലൈ ചെയ്യാം. ചെറിയ ക്വാണ്ടിറ്റിയിൽ മാത്രം എടുത്ത് അപ്ലൈ ചെയ്യാം കേട്ടോ. പിന്നെ നമ്മൾ ഡേയിലൊന്നും യൂസ് ചെയ്യാൻ പാടില്ല, കാരണം നൈറ്റ് ക്രീമാണല്ലോ. നൈറ്റിൽ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. നമ്മുടെ സൺ ടാനൊക്കെ തട്ടി എന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയൊക്കെ. എനിക്ക് ഇതുവരെയായിട്ട് ഒരു പ്രശ്നം വന്നില്ല. ഒരു ഓൾ സ്കിൻ ടൈപ്പിനാണ് സജസ്റ്റ് ചെയ്യുന്നത്. നല്ലൊരു ക്രീം തന്നെയാണ്. നല്ല സ്കിന്നിന് നല്ല ഈവൻ ടോണാക്കി വെക്കാനൊക്കെ സഹായിക്കുന്നുണ്ട്. അടിപൊളി ഒരു ക്രീമാണ്. ഈ ഒരു ക്രീം നമ്മുടെ ട്രസ്റ്റഡ് ആയിട്ടുള്ള ബ്യൂട്ടി വ്ളോഗേഴ്സ്, സെലിബ്രിറ്റീസ് എല്ലാം പ്രൊമോട്ട് ചെയ്യുന്ന കണ്ടിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് ഞാൻ വാങ്ങിയത്. സെർച്ച് ചെയ്ത് നോക്കിയിട്ട് അടിപൊളി ഒരു ക്രീം തന്നെയാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇത് വേണ്ടവർ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്, ഓർഡർ ചെയ്യുക, വാങ്ങുക. ഇതിൻ്റെ നെഗറ്റീവ് സൈഡും പോസിറ്റീവ് സൈഡും ഒക്കെ ഞാൻ പറഞ്ഞെങ്കിലും നമുക്ക് സ്കിന്നിന് സ്യൂട്ടബിൾ ആണെങ്കിൽ അടിപൊളി ഒരു ക്രീം തന്നെയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.